powered by Lasa Ice Creams and Damro Furniture. ഹലോ നമസ്കാരം. നവഡേയ്സ് നമ്മളെല്ലാവരും സൺഷൈനിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. കാരണം ഇന്നത്തെ ലൈഫിൽ എപ്പോഴും പോസിറ്റിവിറ്റി ആൻഡ് നെഗറ്റിവിറ്റിയെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ജീവിതത്തിലാണെങ്കിൽ പോലും നമ്മൾ ഫ്രണ്ട്സിനോടാണെങ്കിലും പെരുമാറുന്നതും അങ്ങനെ ഒരു പോസിറ്റീവ് വൈബുള്ള ആൾക്കാരുടെ ഇടയിലാണ് പെരുമാറുന്നത്. TV തുറന്ന് നമ്മൾ പ്രോഗ്രാംസ് കണ്ടാലോ ആ ഒരു എനർജി പോസിറ്റീവ് വൈബ്സ് ഉള്ള പ്രോഗ്രാം മാത്രമേ കാണാറുള്ളൂ. സൂരജ്, ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ട്രോൾസിന്റെ കാലമാണ് അല്ലേ? പെരുന്നാളല്ലേ, എന്ത് മിണ്ടിക്കഴിഞ്ഞാൽ ആരെന്ത് മിണ്ടെന്ന് നോക്കിക്കാണ് ട്രോളം. അതിപ്പോ അതിനെ തന്നെ എടുത്ത് എന്താ പറയുക, നെഗറ്റീവും പോസിറ്റീവും. നമ്മുടെ ഷോയെ പറ്റിയാണെങ്കിൽ നല്ല അധികം പോസിറ്റീവ് കമന്റ്സ് ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ട്രോളന്മാരെ അധികം നമ്മൾ നോവിക്കാൻ പാടില്ല. ട്രോളന്മാരെ അവർ ഇല്ല തേച്ചൊട്ടിച്ചാളി. ട്രോളന്മാരാണ് ഏതൊരു പ്രോഗ്രാമിന്റെയും സക്സസ് എന്ന് പറയുന്നത്. കാരണം നെഗറ്റീവ് കമന്റ്സ് വന്നാലും പോസിറ്റീവ് കമന്റ്സ് വന്നാലും ട്രോൾസ് എന്ന് പറയുന്നത് ആഫ്റ്റർ ഓൾ ഇതൊരു മാർക്കറ്റിംഗിന് വലിയൊരു ഘടകം തന്നെയാണ്. ഈവൻ ഈ സമയത്ത് ഇലക്ഷന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ട്രോളുകളിലൂടെയാണ് സ്ഥാനാർത്ഥികൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എനിവേസ് നിങ്ങൾ എന്തായാലും അത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. Once again keep doing that and keep supporting us. Once again let's welcome a positive episode of Boing Boing, powered by Lasa Ice Creams and Damro Furniture. Boing 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 boing. ഫേസ്ബുക്കിലൂടെ വരുന്ന കമന്റുകളിലൂടെ പല ആൾക്കാരും ചോദിക്കുന്നത് നമ്മൾ തമ്മിൽ ശത്രുക്കളാണെന്ന് ഒരുപാട് പേര് ചോദിച്ചു. ഒരിക്കലുമല്ല, കാരണം ഞങ്ങൾ തമ്മിൽ മിത്രങ്ങളാണ്. പക്ഷെ പാരവയ്പ്പിന് ഒരു കുറവില്ല. ബോയിങ് ബോയിങ് എന്ന സിനിമ കണ്ട പ്രേക്ഷകർക്ക് അറിയാം, ലാലേട്ടൻ മുകേഷിയുടെ ആ ടീം കോംബോ അല്ലെ, ആ ഒരു കോംബോയിൽ തന്നെ കാരണം പെൺകുട്ടികളെ കാണുമ്പോൾ അവരവരെ പാട്ടിന് പോവുകയും ചെയ്യും, കൂടെ ഉള്ളവനെ തേക്കുകയും ചെയ്യും. അതേ ഒരു കോഴി സ്വഭാവവും അതുപോലെ തല്ലിപ്പൊളി സ്വഭാവമാണ് ഇവിടെ സൂരജിന്റെയും കുറച്ച് എന്റെയും. ഈ കമന്റിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, കാരണം എപ്പോഴും ഒരു ഷോയിൽ ഒരു പെൺകുട്ടി കൂടെ ഉള്ളത് നല്ലതായിരിക്കും. കാരണം രണ്ട് ആൺകുട്ടികളാകുമ്പോൾ ശരിയാവില്ല. കാരണം ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയും കൂടെ നിന്ന് ഷോ ചെയ്യുമ്പോഴേ അപ്പം എനിക്ക് തുടക്കത്തിലേ തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് നാളൊരു ഗ്യാപ്പ് എടുത്ത് പലരും എന്നോട് ഇത് പറഞ്ഞു കേട്ടോ. ഞാനപ്പോ പ്രാർത്ഥിക്കുന്നുണ്ട്, പല അമ്പലങ്ങളിലും വഴിപാട് തന്നെ നേർന്നു ദീപൻ ഒന്ന് തൽക്കാലം കുറച്ച് കഴിഞ്ഞോണ്ട് ഞാൻ നീ ഒരു പഴത്തൊലി ഇട്ടിട്ടാണ് എങ്ങനെ ഒരു വഴിക്ക് വീണ് നിന്റെ അമ്പലത്തിലെ മണിയടി നേർച്ച. നടുവിനൊന്നും കുഴപ്പമൊന്നുമില്ല, നടുവിന് കുഴപ്പമുണ്ട്. നീ പ്രാഗിട്ടാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. പരമാവധി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും വലിക്കലിൽ തോന്നലാണ്. ഹലോ, എന്താ പരിപാടി? ഒന്നുമില്ല, നമ്മൾ തമ്മിൽ ഇങ്ങനെ വിശേഷം നിങ്ങളുടെ തമ്മിലുള്ള ഈ പരിപാടി നടത്താനാണോ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അല്ല സാർ നമ്മൾ എപ്പോഴും നമ്മുടെ ഫീഡ്ബാക്ക് നോക്കണ്ടേ? ശരി, എനിക്ക് റിയൽ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. ആണോ? അത് ഞാൻ പറയണോ? അതെവിടുന്നാ? നല്ലതാണെങ്കിൽ എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും തീരെ പോരാ, ഭയങ്കര ബോറിംഗ് ആണ്, ഒരാവശ്യമില്ലാതെ വളവള സംസാരിക്കുകയാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഞാനൊരു കാര്യം ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തൊട്ടുള്ള എപ്പിസോഡില് വരുന്ന കണ്ടസ്റ്റൻസ് ഇല്ലേ, അതിൽ കൊള്ളാവുന്ന ആങ്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അവരിൽ നല്ല പെർഫോമേഴ്സ് ആയിട്ടുള്ള ബെസ്റ്റ് പെർഫോമേഴ്സിനെ വെച്ചിട്ട് ഇനി അങ്ങോട്ട് എപ്പിസോഡ് പോയാലോ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിയല്ലല്ലോ, കാരണം എപ്പോഴും നമുക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുക. പറയുന്ന എല്ലാ ജോലി നിങ്ങൾ തരുന്ന ഡ്രസ്സുകൾ ഞങ്ങൾ ഇടുന്നില്ലേ? പട്ടി പണിയെടുക്കുന്ന പോലെ പണിയെടുക്കുന്നുണ്ട്, പക്ഷെ അത് പേപ്പട്ടി ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് അവനവന്റെ പണി തുടങ്ങ്, ചുമ്മാ വളവളാന്ന് വർത്താനം പറഞ്ഞ് ബോറടിപ്പിക്കരുത്. ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞങ്ങൾ പറയുന്ന എല്ലാം അനുസരിച്ചോളാം. ഞങ്ങൾ അടിമക്കണ്ണായിട്ട് തന്നെ ഇവിടെ ജീവിച്ചോളാം. അപ്പൊ എന്തായാലും തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ വൈബ്രന്റ് പോസിറ്റീവ് നമുക്കായിട്ടുള്ള കണ്ടസ്റ്റൻസ് റെഡിയാണ്. നിങ്ങൾ റെഡിയല്ലേ? പ്രേക്ഷകർ നിങ്ങൾ റെഡിയല്ലേ? ഞങ്ങൾ റെഡിയാണ്. Let's welcome the beautiful girls from Team A and Team B. ഒരു കാര്യം കേട്ടു, എന്താ ഇവര് തല്ലിപ്പൊളികളാണെന്നോ, തല്ലിപ്പൊളി ഞങ്ങളല്ല, അത് പുറകിൽ തല്ലിപ്പൊളികളാണെന്നാണ് പറഞ്ഞത്. ഒരു കാര്യം മക്കളെ, ഇവിടെ വന്നത് ഗെയിം ചെയ്യിപ്പിക്കാനാണ്. അത് ചെയ്താൽ ഞങ്ങൾ ഇട്ടിട്ട് അങ്ങോട്ട് വാരണ്ട കേട്ടോ. പിന്നെ ഡയറക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് വിജേഴ്സ് ഒക്കെയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഓവർ വിജേഴ്സും കാണിച്ചിട്ട് ഞങ്ങളുടെ പണി കളയാന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അത് അറബിക്കടലിൽ എറിഞ്ഞാൽ അത് മുളയിലെ. അപ്പൊ എന്തായാലും സൂരജ്, നമുക്ക് ഇവരിവിടെ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ യഥാർത്ഥ തല്ലിപ്പൊളിത്തരം നമുക്ക് മേലെ എടുക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയാം. സോ നിങ്ങൾ എ ടീം ലെഫ്റ്റ് സൈഡ് പോവാ, ബി ടീം റൈറ്റ് സൈഡ് പോവാ. പ്ലീസ് വെൽക്കം സംഗീത. പറയൂ. ഹായ്, ഞാൻ സംഗീത. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ പ്രൊഫഷണലി ഞാനൊരു ടീച്ചറാണ്. മിസ് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ വിന്നർ ആയിരുന്നു. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ, ബോൾഡും ആണ് ബ്യൂട്ടിഫുള്ളും ആണ്. അടുത്ത നമ്മൾ അറിയേണ്ടത് ലെറ്റ്സ് വെൽക്കം ദിവ്യ.
ഹായ് ഹായ് ഞാൻ ദിവ്യാണ്. ആ. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ദിവ്യ പഴയ സിനിമയിൽ ഈ മാമാട്ടിക്കുട്ടിയൊക്കെ മുടിയൊക്കെ ഇട്ടിരിക്കുന്ന പോലെ ഇരിക്കുന്നു. അത് ഒരു ഗെയിം ആയതുകൊണ്ടാണോ? ചെറിയ മുഖാലോ, അത് ഭംഗിക്ക് വേണ്ടി. ചെറിയ മുഖം. ഭയങ്കര ഇതൊരു ഭംഗി ചെറിയ- കേട്ടോ. പറഞ്ഞ എന്തൊരു ഭംഗി. നമ്മൾ അടുത്തറിയേണ്ടത് ലെറ്റ്സ് വെൽക്കം ഡയാന. Everybody, first of all, I'm really happy and delighted to be here. മലയാളം മതി. As well as reasonable as possible. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം. Don't teach us. ഓക്കെ പറയൂ. അപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. ജോസഫ് കുട്ടിക്ക് മലയാളം അറിയാം. തിരുവനന്തപുരത്ത് അതെ. നമ്മുടെ പത്മനാഭന്റെ നാട്ടിൽ നിന്ന് ഒരു കല്ലടി കൂടി. അത്യാവശ്യം ചാനൽ ആങ്കറിംഗും മോഡലിംഗ് ഒക്കെ ആയിട്ട് പോകുന്നു. അത്യാവശ്യം ഞങ്ങളുടെ അത്ര ആവശ്യത്തിലേറെ ഇല്ല. ഞാൻ ആ ഒരു റേഞ്ച് എത്തിയിട്ടില്ല. റേഞ്ച് എത്തിയിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ സൂരജ് എപ്പിസോഡ് കഴിയുമ്പോ ഒന്ന് നോക്കണം. സൂരജ് അത് വേണ്ട. നമ്മൾ ആദ്യം തന്നെ അത് ഒരു ലോക്ക് ഇവിടെ ഇടണം. സാർ ഡയറക്ടർ സാർ ഇയാള് തീരെ പോരാ, ഫിറ്റല്ല. ഇയാൾ ഫിറ്റ് അല്ല, കാരണം അത്യാവശ്യമേ ഉള്ളൂ സാർ. ആവശ്യത്തിൽ കൂടുതലല്ല. പിന്നെ എന്താണ് അഭിനയം? അഭിനയം അതെ കുറച്ച് ചെറുതായിട്ട്. എല്ലാം ചെറുത് മതി. അതാ നല്ലത്. അതാ നല്ലത്. കുറച്ച് മതി. എല്ലാം മിതമായ രീതിയിൽ. പക്ഷേ നമ്മുടെ ഈ ബോയിങ് ഗെയിമിന്റെ പ്രത്യേകത ഒന്നും മിതമല്ല, എല്ലാം അധികമാണ്. റെഡി? Definitely ready. ഓക്കെ. ഇനി ടീം ബി യെ കാണാൻ വേണ്ടി പോവാണ്. ടീം ബിയിൽ ആദ്യം ഇരിക്കുന്ന ആ ഒരു സുന്ദരിയുടെ കയ്യിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളതെന്ന് അറിയോ? എനിക്കറിയില്ല. ഒരുപാട് ഐഡിയാസ്, ഒരുപാട് ഐറ്റംസ് ഒക്കെ ഈ ഷോയുടെ ഇടയിൽ നമ്മൾ കാണാൻ വേണ്ടി പോവാണ്. മോനിഷയെ പരിചയപ്പെടുത്തും. മോനിഷ ഒരു ബിസിനസ്സുകാരി കൂടിയാണ് അല്ലേ? മോനിഷ എന്ത് ബിസിനസ്സാ ചെയ്യുന്നത്? ഞാനിപ്പോ ബ്ലാക്ക് ഔട്ട് ഇവന്റ് മാനേജ്മെന്റ് ആയിരുന്നു ചെയ്തിരുന്നത്. ഇവന്റ് മാനേജ്മെന്റ്. ബ്ലാക്ക് ഔട്ട്. ഓക്കെ, അടുത്ത ആള് നല്ല പുഞ്ചിരിയോടെ ഇരിക്കുന്നു. ഹായ് ജുബിത. ഹായ്, ഹൗ യു? അത് ഇങ്ങനെ ഒന്നുമില്ല. ജുബിത ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. നീ ആരെ കാണാൻ? നീ കാണാതെ പെമ്പിളുണ്ടോ? ഓ, റിയാലിറ്റി ഷോയിൽ വന്നാണ്. റിയാലിറ്റി ഷോയിൽ നേരെ ഗെയിം ഷോയിലേക്ക് അല്ലേ? എന്താണ് അതിന്റെ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. അവിടെയും ടാസ്കുകൾ ഇവിടെയും ടാസ്കുകൾ. നമുക്ക് ആ വഴിയെ അനുഭവങ്ങൾ വഴിയെ മനസ്സിലാക്കാം. അടുത്ത ആളാരാണ്? അടുത്ത ആളാണ് ഞാൻ എന്റെ ടീമിൽ നിന്ന് ഇറക്കിയിട്ടുള്ള ഒരു വിജയ്. ചെറിയ വിജയ്, നമ്മുടെ അത്ര വരില്ല, എന്നാലും കൊള്ളാം. ആതിര. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. ട്രിവാൻഡ്രത്ത്. അഗൈൻ ട്രിവാൻഡ്രക്കാരിക്ക് ഒരു കൈയടി. അതെന്താണ് ട്രിവാൻഡ്രം? എന്റെ സ്ഥലം ട്രിവാൻഡ്രമാണ്. ഞാനൊരു വിജയാണ്. മോഡലിംഗ് ചെയ്യുന്നുണ്ട്. നമുക്കിനി യുദ്ധത്തിലേക്ക് കടക്കാം. യുദ്ധത്തിലേക്ക്. ആ യുദ്ധത്തിന്റെ ആദ്യത്തെ മാമാങ്കത്തിലേക്ക് നമുക്ക് ആളെ ക്ഷണിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഗെയിം പറയണ്ടേ സൂരജ്? നീ പോ മോനെ ദിനേശ എന്നുള്ള ഫസ്റ്റ് റൗണ്ടില് ആദ്യം ആ റൗണ്ടിനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് രണ്ടുപേരെ ആവശ്യമുണ്ട്. ആ രണ്ടുപേർക്കും നല്ലൊരു പൊസിഷൻ അവിടെ റെഡിയാക്കി വെച്ചിട്ട് ആ പൊസിഷനിലേക്ക് നിങ്ങൾ പോകണം. ടീം എയിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്യുന്നത് ദിവ്യ ആൻഡ് മോനിഷ. ഇനിയാണ് നമ്മുടെ നീ പോമോനെ ദിനേശയുടെ ബാക്കി മറ്റു ആചാരങ്ങളെ കുറിച്ച് പറയുന്നത്. അവർ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് കാണാം ഒരു സ്കോർ ബോർഡ് കാണാം. സ്കോർ ബോർഡിൽ നമ്മൾ ആദ്യം കാണുന്ന ഒരു യെല്ലോ സർക്കിൾ ആണ്. യെല്ലോ സർക്കിൾ നമുക്ക് കാണാം 40 പോയിന്റ്. തൊട്ട് താഴെ റെഡ് കാണാം 60 പോയിന്റ്. അതിന്റെ നടുവിൽ കാണാം 80 പോയിന്റ്സ് ഉള്ള ഒരു വൈറ്റ് സർക്കിൾ. ഓക്കെ, നമുക്ക് ആ പോയിന്റ്സ് എല്ലാം ക്ലിയർ. ഇനിയാണ് ഏറ്റവും വലിയ ബോയിങ്ങിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഗെയിമിന്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു ചെയർ, ആ ചെയറിൽ ഇരുന്ന് ഒരു ഇങ്ക് ബോൾ തരും. ഈ ഇങ്ക് ബോൾ കൊണ്ട് എറിയുക. പക്ഷേ ഇതിൽ എറിയുന്ന ബോളിന് ഒരു പ്രത്യേക പോയിന്റ് ഉണ്ട്. ആദ്യം എറിയുന്നത് നിങ്ങളുടെ ഓപ്പോസിറ്റ് ടീമിന്റെ മുഖത്താണെങ്കിൽ യു വിൽ ഗെറ്റ് 100 പോയിന്റ്സ്. സ്വന്തം ടീമിന്റെ മുഖത്താണെങ്കിൽ 0 പോയിന്റ്സ്. ഞാൻ ആദ്യം ഐശ്വര്യമായിട്ട് ആ പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ടീം എയിൽ നിന്ന് ക്ഷണിക്കുന്നു. ആരാണ്? സംഗീത. ഐശ്വര്യമായിട്ടാ ബോൾ എടുത്തേ. ആലോചിച്ചെടുത്തോ. 0 പോയിന്റുമായിട്ട് വരണേ. പ്രാർത്ഥിച്ചുകൊണ്ട് ആ 80 പോയിന്റ്സ് എടുക്കാതെ എങ്ങാനും വന്ന ഞാൻ അവിടെ ഇട്ട് ചവിട്ടും. റെഡി? ഓക്കെ റെഡി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 നീ പോ മോളെ. ദിനേശ. അപ്പൊ എന്തായിരുന്നു എക്സ്പീരിയൻസ്? എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പെട്ടെന്നായിരുന്നു. ഷടപടേ. പോയത് അറിഞ്ഞില്ല. വന്നത് അറിഞ്ഞില്ല. ഒന്നും അറിഞ്ഞില്ല. വന്നത് അറിഞ്ഞില്ല. ഇല്ല. പോയിന്റ് പക്ഷേ കിട്ടിയത് അറിഞ്ഞാ? പോയിന്റ് കിട്ടിയില്ല. പോയത് അറിഞ്ഞില്ലെങ്കിലും വന്നതറിഞ്ഞില്ലെങ്കിലും നമുക്ക് കിട്ടിയിരിക്കുന്നത് 80 പോയിന്റ്സ് ആണ്. നല്ലൊരു കൈയടി. ദീപ, ഒരു 80 പോയിന്റ് കിട്ടി. കുഴപ്പമില്ല, അത് കിട്ടിയതാണ്. കിട്ടി. പോട്ടെ. എന്റെ ഉറപ്പിക്ക്. ടീമിൽ നിന്നും ഒന്നുകിൽ 80 അല്ലെങ്കിൽ 100 വാങ്ങാൻ പറ്റിയ അല്ലെങ്കിൽ ആളെ 0. അല്ല, 0 എന്തായാലും ആവില്ല. ജുബിത,
ജുബിതേ, മാമന്റെ മുത്തേ, പൊളിക്കണം കേട്ടോ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 നീ പോ മോളെ. ദിനേശി മാമന്റെ കുട്ടിമോൾക്ക് എന്താ പറ്റിയേ? ഇല്ല, ഞാൻ ഇവിടെ നിന്നൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാ പോയത്. പക്ഷെ ആ മാമാന്ന് വിളിച്ചപ്പോ തന്നെ പോയി. അല്ല, അവിടെ എത്തിയപ്പോ കിളി പോയി. നമ്മുടെ പോമോനെ ദിനേശൻ ആദ്യ റൗണ്ടിലെ ഫസ്റ്റ് കണ്ടസ്റ്റൻസ് വന്നിട്ടുണ്ട്. ടീം എ നേടിയിരിക്കുന്നത് 80 പോയിന്റ്സ്, ടീം ബി നേടിയിരിക്കുന്നത് 40 പോയിന്റ്സ് ആണ്. അപ്പൊ സൂരജിനും ആ കുട്ടിക്കും കുറച്ച് സമയം കൊടുത്തേ പറ്റൂ. കാരണം അവർക്ക് കുറച്ച് വിശ്രമവും അടുത്ത ഗെയിമിനെ കുറിച്ച് പറയാനുള്ള പ്ലാനിങ് എല്ലാം ആവശ്യമുണ്ട്. നമുക്ക് കുറച്ച് സമയം അവർക്ക് കൊടുക്കാം. ദിസ് ഈസ് ബോയിങ് കോപ്പ് അവാർഡ് ബൈ ലാസ ഐസ്ക്രീം ആൻഡ് ഡാമറോ ഫർണിച്ചർ. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. Boing, boing. Boing, boing. Welcome back to the show. This is Boing Boing co-powered by Lasa Ice Cream and Damro Furniture. സൂരജ്, നീ എന്തായാലും പ്ലാൻ ചെയ്തോ ടീമായിട്ടൊക്കെ? ഞങ്ങൾ ഭയങ്കര പ്ലാനിംഗ് ആണ്. ഇത്തവണ എന്റെ മുത്തുമണികൾ പൊളിക്കും. പക്ഷെ ആ മുത്തുമണിക്ക് മുന്നേ നമ്മുടെ സുന്ദരിക്കുട്ടി ഞാൻ വെൽക്കം ചെയ്യാൻ പോകുന്നു. ടീം എയിൽ നിന്ന് ഡയാന. ഇവിടെ കൊണ്ട് ബോൾ എറിയിപ്പിക്കാൻ തന്നെയല്ലേ കൊണ്ടുപോയത്? ബോൾ എറിയിപ്പിക്കാൻ തന്നെ. ഞാൻ നിന്റെ സ്ട്രാറ്റജി അല്ല, ഞാൻ എന്റെ കൊച്ചിനെ മാമാന്നും അങ്ങനെയൊന്നും വിളിക്കത്തില്ല. ഞാൻ വിളിക്കുന്ന ആ കുട്ടിക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം അത് കിട്ടിയില്ലേ? പക്ഷേ ഈ സ്നേഹവും ആ ഒരു വിശ്വാസവും തകർക്കരുത്. തിരിച്ചു വന്നിട്ട് ഇതിക്ക് അപ്പുറം സ്നേഹം വേണം. റെഡി? ഓൾ സെറ്റ്? യെസ്. എന്റെ പടച്ചോനെ. Calm, cool. Yeah. Ready? Ready? Yes. Your time starts now. 3 2 1 നീ പോ മോളെ. ആ ഡാൻസ് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊന്നില്ലെങ്കിൽ മാമാന്ന് വിളിച്ചിട്ട് കൊണ്ടുപോയതുള്ളൂ. കുട്ടി 40 പോയിന്റ് തന്നു. ഇത് എന്തോന്നിത്? കുട്ടി മൊത്തത്തിൽ വാരാൻ നോക്കിയത്. വാരിയല്ലോ, നന്നായിട്ട് വാരിയല്ലോ. വിജയ് ആണത്രേ. പിന്നെ അപ്പുറത്തൊരു വിജയ്, ഇപ്പുറത്തൊരു വിജയ്. ഭയങ്കര പോസിറ്റീവ് ആണല്ലോ നേടിയിട്ട് വന്നത്. സൂരജ്, എന്റെ കുട്ടിയുടെ പാർട്ടിസിപ്പേഷൻ ഭയങ്കര ഗംഭീരമായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ ആ മ്യൂസിക് കണ്ട് കുട്ടിയുടെ കണ്ണൊന്ന് മഞ്ഞളിച്ചോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷേ സ്വന്തം ടീമിലാണെങ്കിലും ചെവിക്കല്ല് നോക്കി അടിക്കുക എന്നൊരു ചൊല്ലുണ്ട്. ആ ചെവിക്കല്ല് നോക്കിയായിരുന്നു ആ ബോൾ എറിഞ്ഞത്. മഞ്ഞളിച്ചാലും പച്ചളിച്ചാലും ആ കുട്ടിയുടെ മുഖത്ത് നല്ല മഷി. സത്യം പറ, നിങ്ങൾ തമ്മിൽ പൂർവ്വജന്മ വൈരാഗ്യം ഉണ്ടോ? ഒരിക്കലും ഇല്ല. പിന്നെ എന്തിനു ഈ കൊലച്ചതി ചെയ്തു? എന്നോടും കൂടി ചെയ്തു. ബിക്കോസ് ഓഫ് യുവർ തള്ളൽ മാൻ. ആ കുട്ടി അങ്ങനെ തന്നെ ചിന്തിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ആ ഒരു പോക്ക് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. സാരമില്ല, എന്തായാലും എനർജിക്ക് ഒരു കുറവുമില്ല. ഈ എനർജി we will back soon. Yes, Ready? we'll be back soon. Okay. എന്റെ ടീമിലെ വീജ പോരാ തെളിയിച്ചു. എന്റെ ടീമിൽ അടാറ് വീജയുണ്ട്. അടാറ് വിജയ്. ആതിരമോളെ, മാമന്റെ മുത്തേ വാ. മോള് മാമന്റെ മുത്തല്ലേ? അല്ലേ? മാമന്റെ മുത്ത് പോയിന്റ് നേടൂലേ? 80 പോയിന്റ് നേടൂലേ? 100. എനിക്ക് വയ്യ. പിടി. എറിഞ്ഞ് പൊളിക്ക്. താഴെ കിട്ടുവാളെ. ഇപ്പുറത്തെ മുക്കാണ്. അല്ല, അപ്പുറത്തെ മുക്ക്. നേരത്തെ എറിഞ്ഞ അതേ മുക്ക് കേട്ടോ. നമ്മളിൽ എറിഞ്ഞു പോരുത്. ഓക്കെ? All the best. Your time starts now. 3 2 1 നീ പോ മോളെ. ദിനേശ. സൂരജ്, മുത്താണ്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ സ്നേഹത്തോടെ മാത്രമാണ് എനിക്ക് പോയിന്റ് കിട്ടുന്നത്. സ്നേഹമാണെങ്കിലും അധികമായാൽ അമൃതും വിഷം ആണോ? ഇത് നമ്മുടെ സ്നേഹം മാത്രമല്ല. അതങ്ങനെയാണ്. അത് 0 കിട്ടുന്നുണ്ട്. അതുപോലെ സൂപ്പർ ആയിരുന്നു. സൂപ്പർ ആയിരുന്നു. എന്തായിരുന്നു ഇവിടുന്ന് പോകുമ്പോ കണ്ടത്? പോകുമ്പോ ഞാൻ
ആ കുട്ടിയുടെ തല മാത്രം. ഏത് കുട്ടിയുടെ തലയാണ്? ദിവ്യയുടെ തല. ദിവ്യയുടെ തല അവിടെ ഉണ്ടായിരുന്നോ? ദിവ്യയുടെ തല ഞാൻ ഇങ്ങനെ എറിയുന്നവരെ കണ്ടു, അത് കഴിഞ്ഞ് കണ്ടില്ല. അത് കഴിഞ്ഞ് മാഞ്ഞു പോയി. എടുത്തു പറ, നേരത്തെ പൂജ്യം കിട്ടിയ ടീമിന്റെ നേരത്തെ പൂജ്യം കിട്ടിയ ടീം. ഓക്കെ, അപ്പൊ ഗോ ടു യുവർ പ്ലേസ്. താങ്ക് യു. അപ്പൊ സൂരജ്, എന്തായാലും സന്തോഷകരമായിട്ടുള്ള ആദ്യത്തെ മത്സരം കഴിഞ്ഞു. മക്കളെ ഇറങ്ങി വരും. എക്സ്പീരിയൻസ് എന്താ ടീം ചെയ്തത്? സ്വന്തം ടീം ഭയങ്കര എക്സ്പീരിയൻസ് ആയി. എത്ര നാളായിരുന്നു നമുക്ക് ഈ ഒരു ആഗ്രഹം. പക്ഷേ ഈ വീറും വാശിയൊക്കെ നമുക്ക് അടുത്ത ടീമിനോട് അടുത്ത മത്സരത്തിൽ തീർക്കാം. നിനക്ക് കിട്ടേണ്ടതാ. അപ്പൊ മുത്തേ, നമ്മൾ ഈ റൗണ്ടിൽ ജയിച്ചു മോളെ. വി ആർ ദ ചാമ്പ്യൻസ് ഓഫ് ദിസ് ഇന്ത്യ. ഓക്കെ, സൂരജിന്റെ ടീമും വളരെ സന്തോഷത്തിലാണ്. അവർ നേടിയിരിക്കുന്നത് 120 പോയിന്റ്സ് ആണ്. ടീം എ നേടിയിരിക്കുന്നത് 80 പോയിന്റ്സ് ആണ്. പക്ഷേ ഞങ്ങൾക്ക് ഇനിയും പലതും പ്ലാൻ ചെയ്യാനുണ്ട്. അതിന് ഞങ്ങൾക്കായിട്ട് കുറച്ച് സമയത്തിന്റെ ആവശ്യമുണ്ട്. This is Boing Boing co-powered by Laza Ice Cream and Damro Furniture. Have a short break. Boing boing. Boing boing. Yes, welcome back to the show. This is Boing Boing co-powered by Laza Ice Cream and Damro Furniture. Boing boing. Boing boing. ബോയിങ് ബോയിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചില ഗെയിമുകളാണ്. കാരണം നമ്മുടെ ബോയിങ് ബോയിങ് കാണുന്ന പ്രേക്ഷകർ എപ്പോഴും ആഗ്രഹിക്കുന്ന ചില ഗെയിമുകൾ നമുക്കിവിടെ ഉണ്ട്. അതിലൊരു ഗെയിമാണ് സവാരി ഗിരിഗിരി. കഴിഞ്ഞ ദിവസത്തെ ആ എപ്പിസോഡ് കണ്ടിട്ട് ഈ സവാരി ഗിരിഗിരി എന്ന് പറയുന്ന സംഭവത്തിന്റെ ഉള്ളിലിരിക്കുന്ന സംഭവം എന്താണെന്ന് ഒരുപാട് പേര് ചോദിച്ചു. ഇത് എങ്ങനെയാണ് ഇങ്ങനെ പെടക്കുന്നതെന്ന് അവരെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ബാഹുബലി ബോയ്സ്, ജയ് മഹിഷ്മതി. അപ്പോൾ ഈ ഒരു യുദ്ധക്കളം താണ്ടിയിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസ് അപ്പുറത്തെത്തുമോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ 2 ബീക്കറുകൾ കാണാം. ഈ ബീക്കറുകളിലായിട്ട് ഈ ബക്കറ്റുകളിലെ വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് കൺസെപ്റ്റ്. ഓരോ ടീമിനും 12 ബക്കറ്റ് വെള്ളമാണ് ഇവിടെ തരുന്നത്. എങ്ങനെയാണ് ഈ റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പോകുന്ന കണ്ടസ്റ്റൻസിന്റെ കയ്യിൽ 2 ബക്കറ്റ് വെള്ളമായിട്ട് പോവുക. മുന്നിൽ കാണുന്ന ഗ്ലാസ് ബീക്കറിൽ ഈ ബാഹുബലി ബോയ്സിനെ കഴിഞ്ഞ് അവിടെ പോയി ചെന്ന ഗ്ലാസ് ബീക്കർ ഫില്ല് ചെയ്യുക. അവസാനം ആരാണ്, ഏത് ടീമാണ് ഏറ്റവും കൂടുതൽ ഗ്ലാസ് ബീക്കർ ഫില്ല് ചെയ്യുന്നത്, അവരാണ് ഈ മത്സരത്തിൽ ജയിക്കുന്നത്. ആ ജയിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്നത് 300 പോയിന്റ്സ് ആണ്. അത് മാത്രമല്ല, ഇൻ കേസ് നിങ്ങൾ പോകുന്ന സമയത്ത് ബക്കറ്റ് കയ്യിൽ നിന്ന് ഡ്രോപ്പ് ആവുന്നുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾ അതേ പൊസിഷനിൽ നിന്ന് ബക്കറ്റ് എടുത്തിട്ട് തിരിച്ചു വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ആളിന് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു യുദ്ധം ഇവിടെ ആരംഭിക്കാൻ പോകുന്നു. അതിനായിട്ട് ടീമുകളെ ഇൻവൈറ്റ് ചെയ്യുന്നു. ടീം എ, മത്സരിക്കാനായിട്ട് സ്മാർട്ടായിട്ടുള്ള ടീം എയിലെ കുട്ടികൾ, ചുണക്കുട്ടികൾ റെഡിയാണ്. ഒരിക്കൽ കൂടെ പറയുകയാണ്, സാധാരണ ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മോഡൽസ് ആണ്. അവർ റാം വാക്കും അതുപോലെ തന്നെ വീട്ടിൽ ജോലി ചെയ്ത് ഈ ബക്കറ്റും വെള്ളമൊക്കെ ഇടുന്ന നല്ല തഴക്കമുള്ള ആൾക്കാരാണ്. അത് പറയണ്ട, വീട്ടിൽ ബക്കറ്റ് എടുത്തിട്ട് തഴക്കമുള്ള ആളാണെന്ന് ഇപ്പൊ കണ്ടറിയാം. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ പറയും, ഈ വീട്ടിൽ ഇത് ബക്കറ്റും വെള്ളമൊക്കെ എടുക്കുന്ന ആൾക്കാരാണോ, വീട്ടിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്ന്. ഓൾ സെറ്റ്, റെഡി? അപ്പോ ആദ്യം 2 ബക്കറ്റ് വെള്ളമായിട്ട് വരാൻ പോകുന്നത് ഡയാനയാണ്. ഡയാന ശ്രദ്ധിക്കണം, ഈ ട്രാക്കിന്റെ നടുവിലൂടെ തന്നെ പോകണം, റാമിന്റെ നടുവിലൂടെ തന്നെ പോകണം, സൈഡിൽ പോകരുത്. ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഈ ഗെയിമൊക്കെ ആരാണ് ഉണ്ടാക്കുന്നത്? ഈ ഡയറക്ടറെ താങ്കളെ സ്മരിക്കുന്നു. ബാഹുബലി ബോയ്സിനെ പരിചയപ്പെട്ടല്ലോ. ജയ് മഹിഷ്മതി എന്ന് ഉറക്കെ പറഞ്ഞേ. ജയ് മഹിഷ്മതി. ഓക്കെ, ഓൾ സെറ്റ്, ഗോ, ടൈം സ്റ്റാർട്ട്സ് നൗ. 1 2 3 go. കണ്ടല്ലോ ചുണക്കുട്ടി പോയത്. കണ്ടു. കോൺഫിഡൻസ് ലെവൽ കൂടിയില്ലേ? കൂടി. 1 2 3 ഗോ.
തുള്ളിയും നമുക്ക് അമൂല്യമാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നമ്മൾ പറയുന്ന പൊതുവായിട്ടുള്ള വെള്ളം പാഴാക്കാൻ പാടില്ല. ഓരോ തുള്ളിയും നമുക്ക് അമൂല്യമാണ്. റെഡി? 1 2 3 ഗോ. അവിടെക്കാണ് വയറെടുത്ത് പറക്കണേ. ഗോ. കയ്യിൽ ടൈറ്റായിട്ട് ബക്കറ്റ് പിടിച്ച് ആ റാമ്പ് ഫിനിഷ് ചെയ്യും. ആദ്യത്തെ ആ ഒരു റൗണ്ടിൽ തന്നെ ഫിനിഷ് ചെയ്തു. നമ്മുടെ ഏറ്റവും വലിയ ഒരു തുറുപ്പുകുലാൻ പ്രതീക്ഷയാണ്. ബോയ്സ് ആകെ സ്പെഷ്യൽ. 1 2 3 ഗോ. അടിപൊളി പെർഫോമൻസ് ആണ് ടീം എ കാഴ്ചവെച്ചിരുന്ന. നല്ലൊരു കൈയടി പ്ലീസ്. ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? ആക്ച്വലി ബാക്കി കാണുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് കണ്ടസ്റ്റൻസിന് ശരി പേടി തോന്നും, പക്ഷേ അല്ല സൂപ്പർ ഫൺ. നിങ്ങൾ ഭയങ്കര സൂപ്പർ ആയിരിക്കും. ചിലപ്പോൾ മുഖത്തേക്ക് വെള്ളം എറിയാൻ തോന്നും, പക്ഷെ സൂപ്പർ ആയിരുന്നു എക്സ്പീരിയൻസ്. നല്ല ജോലി ആയിരിക്കും. നമ്മളെ ഒരു പന്തിലിട്ട് പന്തടിച്ച് എങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും. ദിവ്യയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ദിവ്യ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് എൻജോയ് ചെയ്ത ഒരാൾ ദിവ്യയാണ്. കാരണം ദിവ്യക്ക് ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ തോന്നില്ല. കാരണം ദിവ്യ അത്രത്തോളം ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആക്ച്വലി ചാലഞ്ചിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. സ്കൈ ഡൈവിംഗ്, പാരാഗ്ലൈഡിംഗ്, അങ്ങനെ ബംഗി ജമ്പിംഗ്. ഇത് എനിക്ക് ഒരു ബംഗി ജമ്പിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. പൊന്ത് ഇറങ്ങാൻ ഭയങ്കര ഫുൾ എയറിൽ നിന്നിട്ടാണ് അവിടെ വരെ എത്തിയത്. എന്തായാലും ടീം എക്ക് അവരുടെ പാർട്ടിസിപ്പേഷൻ അവർക്ക് കഴിയാവുന്നത്രത്തോളം വെള്ളം ആ ഫ്രണ്ടിലിരിക്കുന്ന ബീക്കറിൽ നിറച്ചിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മൾക്ക് വഴിയെ കാണാൻ ടീം ബിക്ക് ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷനിലേക്ക് പോകാം. താങ്ക് യു. യെസ്, അങ്ങനെ ടീം എയുടെ യുദ്ധം കഴിഞ്ഞു, ബക്കറ്റ് യുദ്ധം കഴിഞ്ഞു. ഇനി ടീം ബിയുടെ ബക്കറ്റ് യുദ്ധത്തിന് വേണ്ടിയിട്ട് എന്റെ ചുണക്കുട്ടികളെ, മാമന്റെ മുത്തുകളെ വിളിക്കുകയാണ്. ബാ മക്കളെ. അപ്പോ
നമ്മുടെ ടീമിന്റെ അംഗം തുടങ്ങാൻ വേണ്ടി പോകുന്നു. അപ്പൊ ആദ്യത്തെ ആള് ആതിര എന്ന പോരു. ആതിര ടെൻഷൻ ഉണ്ടോ ആതിര? ശരി. ടെൻഷൻ ഇല്ല, പേടി ആവേശം ഉണ്ടോ? കുറച്ച്. Your time starts now. 1 2 3 go. ബാഹുബലി അണ്ണമാർ ഇവിടുന്ന് ആ സ്നേഹം കാണിച്ചു, പക്ഷെ അവിടുന്ന് അവർ വിട്ടു. എന്റെ ഡീലൊക്കെ പൊളിച്ചോ നിങ്ങൾ? എവിടെ നല്ല ആളാണ്. ജയ് മഹിഷ്മതി. ജയ് മഹിഷ്മതി. Your time starts now. 1 2 3 go. വെള്ളം കളയല്ലേ. വെള്ളമുണ്ട്. മുന്നേ പൊയ്ക്കോ. അയ്യോ, ഇറങ്ങിക്കോ. താല്പര്യമില്ല ഇറങ്ങാൻ. ഗോ പറഞ്ഞിട്ടേ പോകാവോ? സെന്റർ ഗോ. അയ്യോ പയ്യെ ടെമ്പോ. അയ്യോ വരൂ മോനിഷ. ബാഹുബലിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ്? ഞാനൊരു പാവാണ്. ഞാനൊരു പാവം ബിസിനസ്സുകാരിയാണ്. എന്നെ ഉപദ്രവിക്കരുത്. ബാഹുബലി ഞാനൊരു പാവം കുട്ടിയാ. പാവം കുട്ടിയാ, കാണുന്ന പോലെ ഒന്നല്ല. ഒന്ന് കരഞ്ഞോ? കരയണമെന്നൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞാൽ Okay, your time starts now. 3 2 1 go. അയ്യോ ആച്ചോ. അയ്യോ. പുളി കഴിഞ്ഞു. ഇറങ്ങിക്കോ. അങ്ങോട്ട് യുദ്ധാണ്, അവിടുത്തെ യുദ്ധാണ്. എനിക്ക് ഇപ്പുറത്ത് വന്നിട്ട് ബക്കറ്റ് എടുക്കുക. ഈ ബക്കറ്റ് എടുക്കാൻ. ഇറങ്ങിക്കോ. ഇതിന് എവിടെ പോണ്? അപ്പോ your time starts now. 1 2 3 ആദ്യം go. Ding dong, ding dong, dong, ding dong. Ding jagga ding dong, ding dong, dong, ding dong. Ding jagga. ഇറങ്ങിക്കോ. Ding dong, ding dong. മാമിന്റെ പ്രതീക്ഷകളൊക്കെ കളഞ്ഞല്ലോ മോളെ. Okay, go. Very good. ഇവിടെ. One
2, 3, go. നീന്താനല്ല പറഞ്ഞത്. ബക്കറ്റ് പിടിച്ചോ. ബക്കറ്റ് എടുത്തോ. ബക്കറ്റ് സുബിത ബക്കറ്റ് എടുത്തോ. വെക്കോ. ഫിനിഷ്. ബാബുലി ഉറങ്ങി സുബിത 2 തുള്ളി ഏറ്റവും ടോപ്പ് സ്കോറർ ചെയ്യാണ് നമ്മുടെ ടീമിൽ. 1, 2, 3, go. പോട്ടെ. You can. Go. Finish. Ahí va. Super. Awesome. Monisha, what a performance. നല്ലൊരു കൈയടി പ്ലീസ്. How was the experience? Okay, പറയൂ ജുബിത പറയൂ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, ശരിക്കും എയറിലായിരുന്നു. അല്ല ജുബിത ആദ്യം പറഞ്ഞല്ലോ ഞാൻ ഇതിനേക്കാളും വലിയ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിട്ട് വന്നതാണെന്ന്. തെങ്ങിലൊക്കെ കയറിയിട്ടുണ്ടല്ലേ? ഇതെങ്ങനെ? ബുദ്ധിമുട്ടില്ല. ഇത് അതിനേക്കാളും മേലെ. അതൊക്കെ മേലെ. ഓക്കെ ആതിര പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവരെന്താ കഴിക്കുന്നത്? ഭക്ഷണം കൊടുക്കുന്നത്? ഇവർ ആക്ച്വലി ഞങ്ങൾ 1 മാസം പട്ടിണി കിട്ടിട്ടാണ് ഇവിടെ കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആഹാരം കൊടുത്തെങ്കിലോ? കൊടുക്കുകയും ചെയ്തു. 1 വർഷം പട്ടിണി കിട്ടിട്ട്. ഓക്കെ ഏതൊരു മത്സരത്തിന്റെ അവസാനം നമുക്ക് മാർക്ക് അറിയണം. പക്ഷേ മാർക്ക് അറിയണമെങ്കിൽ ആ ടീമും കൂടെ വരണ്ടേ. ലെറ്റ്സ് വെൽക്കം ടീം എ. എനിവേസ് നമുക്ക് ആ മത്സരത്തിന്റെ മാർക്ക് അറിയാനായിട്ട് ഞാനും സൂരജും കൂടെ ആ ബീക്കർ ഒന്ന് മെഷർ ചെയ്യാൻ വേണം. സൂരജ് റെഡി അല്ലേ? വരോ. സൂരജേ എന്താണ് ഇവിടെ അവസ്ഥ? ഇവിടെ നോക്കുമ്പോൾ പരിതാപകരമാണ്. അവിടെ നോക്കുമ്പോൾ കുറച്ച് കൂടുതലുണ്ട്. ഇവിടെ പച്ചവെള്ളം കുറച്ച് പച്ച പിടിച്ചിട്ടുണ്ടടാ. ഞാനൊന്നും പറയുന്നില്ല. ഇവിടെ ചുമന്ന വെള്ളം മൊത്തത്തിൽ മാഫി കമന്റ്. ശരി പച്ചവെള്ളം പച്ച പിടിച്ച അവസ്ഥയാണ്. സവാരിഗിരിയിൽ ഗംഭീരമായിട്ട് മത്സരിച്ച് ആ ബീക്കർ ഫില്ല് ചെയ്തിരിക്കുന്നത് ടീം എ ആണ്. നല്ലൊരു കയ്യടി. ടീം എ നേടിയിരിക്കുന്നത് 300 പോയിന്റ്സ് ആണ്. ടീം ബി ഇപ്പോ ഈ ഒരു റൗണ്ടിൽ 0 ആയി പോയി. നേരത്തെ റൗണ്ടിലെ ഒരു 120 പോയിന്റ് നമുക്ക് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലൊന്നും പോയിന്റെ ഇതുപോലത്തെ സെഗ്മെന്റുകളും മത്സരവും അവസാനിക്കുന്നില്ല. ഇതിലപ്പുറം ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെഗ്മെന്റ് ആണ് വരാൻ പോകുന്നത്. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചൊരു ഇടവേളയുടെ ആവശ്യമുണ്ട്. This is Boing co-powered by Lasa Ice Cream. We'll have a short break. Yes, welcome back to the show. Boing co-powered by Lasa Ice Cream and Damro Furniture. ബോയിങ്ങിന്റെ ഏറ്റവും ആവേശം നിറഞ്ഞ 3ാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. താമരശ്ശേരി ചുരം. അപ്പോ താമരശ്ശേരി ചുരം കയറാൻ വേണ്ടിയിട്ട് സുന്ദരിമാരൊക്കെ റെഡി ആയി കഴിഞ്ഞു. താമരശ്ശേരി ചുരം ഒറിജിനലി കയറിയിട്ടുണ്ടോ? ഉണ്ട്. ഈ മത്സരം കഴിയുമ്പോഴാണ് നമ്മുടെ വിജയെ തീരുമാനിക്കുന്നത്. ഓൾ സെറ്റ്? റെഡി? ഓൾ സെറ്റ്? ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷനിലേക്ക് പോവാം. Your time starts now. Go. Wow. ദിവ്യ പിടിക്കൂ. ഫസ്റ്റ് സ്റ്റെപ്പിൽ പിടിക്കൂ. താഴെ വാ. മോനിഷ താഴെ വാ.
മാറിക്കോ. മോനിഷ സൂപ്പർ സൂപ്പർ. ചാടിക്കിടക്ക് ഇവിടെ, ചാടിക്കിടക്ക്. Last 60 seconds. Last 10 seconds. 9, 8, 7, 6, 5, 4, 3, 2, 1. 0. Your time out. Yes, അപ്പോൾ താമരശ്ശേരി ചുരം കയറി കീഴടക്കി കഴിഞ്ഞു. ഇനി അത് ഒരുമിച്ച് ഇറങ്ങാനുള്ള സമയമാണ്. Here we go, താമരശ്ശേരി ചുരം. അതിസാഹസികവും ആസ്വാദ്യകരമായിട്ടുള്ള നമ്മുടെ ഗംഭീര മത്സരമായിട്ടുള്ള താമരശ്ശേരി ചുരം കയറി ഇറങ്ങി ഇവരുടെ ഇവിടെ നിൽപ്പുണ്ട്. എന്തായാലും ഇവർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഡയാന പറയൂ. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. താമരശ്ശേരി ചുരത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് കയറാൻ പറ്റിയില്ല. ഭയങ്കര സങ്കടമായി. പക്ഷെ അവസാനം ചേട്ടൻ എന്റെ കൈ പിടിച്ച് കയറ്റി കൊണ്ടുപോയിട്ടുണ്ടല്ലോ. ജീവിതത്തിലേക്ക് ഒരുപാട് എനിക്കൊന്ന് അക്കംപ്ലിഷ് ചെയ്തൊരു സന്തോഷമായിരുന്നു. അടുത്ത ആള്. അയ്യോ എല്ലാവർക്കും ലവ് യു. അടുത്ത ആള്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ ഇതുവരെ ആക്ച്വലി താമരശ്ശേരി ചുരം പോയിട്ടില്ല. പക്ഷെ ഇത് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി, എല്ലാവരും പറയുന്ന പോലെ താമരശ്ശേരി ചുരം കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇറങ്ങാൻ പക്ഷെ ഭയങ്കര എളുപ്പമായിരുന്നു. ഇപ്പൊ കുട്ടിയുടെ മനസ്സിലുള്ള ഒറിജിനൽ താമരശ്ശേരി ചുരം ഇതുപോലത്തെ സ്റ്റെപ്പുകളാണ്. എനിക്ക് ആദ്യം കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത്. ഓക്കെ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്ത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 2 പ്രാവശ്യമാണോ 3 പ്രാവശ്യമാണോ മുകളിലെത്തി കഴിഞ്ഞപ്പോൾ ജോക്കർ ഞാൻ മാക്സിമം ആ ബോൾ ഇങ്ങനെ പിടിച്ച് കയറാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ബോൾ താഴെ പോയി. പിന്നെ വീണ്ടും ഞാൻ താഴോട്ട് വന്നു. അടുത്ത ആള്. ജുബിത. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, പറയാതെ വയ്യ. എനിക്ക് കയറണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ല, ഞാൻ കുറെ ട്രൈ ചെയ്തു, ഒരു രക്ഷയില്ല. തെങ്ങിൽ കയറുന്നതാണ് എളുപ്പം. ഈ താമരശ്ശേരി തെങ്ങിൽ ഇതുപോലെയൊന്നും എണ്ണയില്ലല്ലോ. അടുത്ത ആള്. അതിരാ. ഇഷ്ടപ്പെട്ടു, അടിച്ചു പൊളിച്ചു, ഫ്രീ ആയിട്ട് ഒരു ഡേ അടിച്ചു പൊളിച്ചു. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും എക്സ്പീരിയൻസ് കേട്ടു, ഇവരുടെയൊക്കെ അഭിപ്രായം കണ്ടല്ലോ. ഇവരെല്ലാം വളരെയധികം സന്തോഷത്തിലാണ്, വളരെയധികം അടിച്ചു പൊളിച്ചു. പക്ഷേ ഇനി സന്തോഷിക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട്. എന്താണ്? അവസാനം നമ്മുടെ മാർക്കാണ്. അപ്പൊ ഇന്നത്തെ മത്സരങ്ങളുടെ റിസൾട്ട് ഇതേ പ്രഖ്യാപിക്കാൻ പോവാണ്. റൗണ്ട് 1 പോയിന്റുകൾ നോക്കുമ്പോൾ ടീം എ 80 പോയിന്റ് നേടി, ടീം ബി 120 പോയിന്റ്. ആൻഡ് റൗണ്ട് 2 എത്തിയപ്പോഴേക്ക് ഞങ്ങളൊന്ന് താണുപോയി. ടീം എ അതിൽ വിജയിച്ചു, 300 പോയിന്റ്, നമുക്ക് 0. ആൻഡ് റൗണ്ട് 3 വന്നപ്പോൾ 2 ടീമും ഈക്വൽ, 400 ഈച്ച്. സോ ടോട്ടൽ നോക്കുമ്പോൾ ടീം എ നേടിയത് 780 പോയിന്റ്. They are the winners. Congratulations team A. And team B 520 പോയിന്റ്. നമ്മൾ മോശമല്ല. മത്സരം അവസാനിക്കുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം കാണുന്ന പ്രേക്ഷകർക്കും ഞങ്ങൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ആരാണെന്ന്. ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ? എനി ഗസ്? ഒരു ഐഡിയ ഇല്ല. പക്ഷേ എന്റെ കയ്യിലുണ്ട് ആ ഐഡിയ. ദ ബെസ്റ്റ് പെർഫോമർ ഗോസ് ടു മോണിഷ. ബെസ്റ്റ് പെർഫോമറിന് കിട്ടാൻ പോകുന്നത് സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു LED TV ആണ്.
സോ ഇന്നത്തെ കംപ്ലീറ്റ് പെർഫോമൻസും സമ്മാനങ്ങളും ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ 2 ടീമുകളിലും 2 VJs ഉണ്ട്, അവർക്ക് നമ്മുടെ കൂടെ പെർഫോം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ നമുക്ക് പാര വെക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യാം, അവരുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് നമുക്കൊരു ടാസ്ക് കൊടുക്കാം. യെസ്, നമ്മളിപ്പോൾ ഒരു മ്യൂസിക് ഇട്ട് തരും. അതിന് ഏറ്റവും സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ പോസിറ്റീവായിട്ട് വൈബ്രന്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് തന്നെയാണ് ഇന്നും നമ്മുടെ എപ്പിസോഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ആഘോഷവും മത്സരവും ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു ദിവസം ഇതേ സമയം ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ഇതിലൊരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഇവർക്ക് ഒരു ഓഫർ കൊടുത്തിട്ടാണ് ഡാൻസ് കളിപ്പിച്ചത്. അവർ രണ്ടും അടാറായിട്ട് ഡാൻസ് കളിച്ചു, അടിച്ചു പൊളിച്ചു. എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് അടുത്ത എപ്പിസോഡിലേക്ക്. നിന്റെ മനസ്സിൽ പ്ലാൻ ഉണ്ടാ? എന്റെ മനസ്സിൽ പ്ലാൻ ഉണ്ട്, അത് ഞാൻ ഇപ്പൊ പറയത്തില്ല. എന്റെ മനസ്സിലും ദീപന്റെ മനസ്സിലും ഓരോരോ പ്ലാനുകളുണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് അടുത്ത എപ്പിസോഡ് മുടക്കാതെ മറക്കാതെ കാണുക. This is Boing Boing co-powered by Lasa Ice Cream and Damro Furniture. ഇന്നത്തേക്ക് ഗുഡ് നൈറ്റ് പറയാനുള്ള സമയമാണ്. ഗുഡ് നൈറ്റ്. This is Deepan signing off and Suraj.